بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا. وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. في عقده الصداق ندب ذكره إخلاؤه يجوز لكن يكره لو لم يسمى المهر فالعقد النقد بمهر مثل لا كتفضيل يرد. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാളെ കൊണ്ട് നമ്മുടെ ഈ പ്രഭാഷണം ഇപ്പോൾ അവസാനിക്കും. വിവാഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ മാസങ്ങൾ സംസാരിച്ചാൽ തന്നെ ആവശ്യമായ വിഷയങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നും നാളെയും കൂടി കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നീട് അല്ലാഹു അവസരം തന്നാൽ ബാക്കി കാര്യങ്ങൾ
സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം എല്ലാ രംഗത്തും ലളിതമായ നിയമങ്ങളും ലളിതമായ ജീവിത രൂപങ്ങളും സമൂഹത്തിന് സമ്മാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിന്, കുടുംബജീവിതത്തിന്, വൈവാഹിക ജീവിതത്തിന് ഭാരമാകുന്ന നിയമങ്ങളൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. പരമാവധി മനുഷ്യൻ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും സഹകരണത്തോടെയും പരസ്പര സംതൃപ്തിയോടെയും ജീവിക്കാൻ ശ്രമിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. സമ്പത്ത് സംസ്കാരത്തെക്കാളും കുടുംബത്തെക്കാളും കുടുംബജീവിതത്തെക്കാളും വലിയൊരു വിഷയമായി കാണുന്നത് ഇസ്ലാം ശക്തമായി എതിർക്കുകയാണ്. ധനം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരാളുടെ കയ്യിൽ, പിറ്റേ ദിവസം മറ്റൊരാളുടെ കയ്യിൽ, അതുപോലെ ഒരിക്കൽ ഒരുവന്റെ കയ്യിൽ, പിന്നീട് മറ്റൊരുവന്റെ കയ്യിൽ, ഇങ്ങനെ നീങ്ങുകയും ഒരു വ്യക്തി തന്നെ അവന്റെ ജീവിതത്തിൽ സാമ്പത്തിക ശേഷിയുള്ള കാലം, പ്രയാസമുള്ള കാലം, ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിലനിൽപ്പില്ലാത്ത വിഷയമാണ് ധനം. അതിന് പരിശുദ്ധ ഇസ്ലാം പ്രാമുഖ്യം, വൈവാഹിക ജീവിതത്തിൽ സമ്പത്തിന് പ്രാമുഖ്യം നൽകി സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനെതിരെ സമ്പത്ത് തടസ്സമായി നിൽക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിച്ചു, ലാ തൻകിഹിൽ മർഅത ലിജമാലിഹാ ഫലഅല്ല ജമാലഹാ യുർദീഹാ വലാ ലിമാലിഹാ ഫലഅല്ല മാലഹാ യുത്ഗീഹാ വൻകിഹിൽ മർഅത ലിദീനിഹാ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നീ ദീൻ, മതചിട്ട പരിഗണിച്ചുകൊണ്ടാണ് വിവാഹം നടത്തേണ്ടത്. നീ ഭംഗിയും സമ്പത്തും നോക്കി അല്ല വിവാഹം കഴിക്കേണ്ടത്. ഇന്നലെ ഞാൻ സംസാരിക്കുമ്പോൾ ഭംഗി പരിഗണിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കാണെന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം പരിഗണനീയമായ വിഷയം ദീനാണ്, മതചിട്ടയാണ്. മതചിട്ടയോടെ ജീവിക്കുന്ന ഒരു വധുവിനും വരനും, ഒരു ഭാര്യക്കും ഭർത്താവിനും എന്നും സന്തോഷം കൈയാളാൻ സാധിക്കും. അതില്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായി ഊതിവീർപ്പിക്കപ്പെടുകയും എന്നും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ ഭംഗിയുള്ളതിന്റെ പേരിൽ ഒരു സ്ത്രീ തെറ്റുകളിലേക്ക് പോകാൻ കാരണമായി എന്ന് വരാം. മറ്റുള്ളവർ അവളെ തെറ്റിന് പ്രേരിപ്പിക്കാൻ കാരണമായി എന്നും വരാം. ദീനുള്ളത് കൊണ്ട് ഒരിക്കലും തന്നെ അത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങളിൽ നിന്ന് അവളുടെ ദീൻ അവളെ തടയുകയാണ് ചെയ്യുക. ഇതുപോലെ സമ്പത്ത്, ഒരു സ്ത്രീക്ക് സമ്പത്തുള്ളതിന്റെ പേരിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ കഴിക്കുന്ന പതിവുണ്ടല്ലോ, അങ്ങനെ സാമ്പത്തിക ശേഷിയുടെ കാരണത്താൽ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ഫലഅല്ല മാലഹാ യുത്ഗീഹാ, അവളെ കയ്യിൽ കേസുണ്ട് എന്നതുകൊണ്ട് അവൾ അക്രമപ്രവർത്തനം ചെയ്യാനും ഭർത്താവിനെ അവഗണിക്കാനും ഭർത്താവിനെ ചോദ്യം ചെയ്യാനും ഭർത്താവിനോട് കയർത്ത് സംസാരിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ അവളുടെ സമ്പത്ത് അവൾക്ക് പ്രചോദനം നൽകിയെന്ന് വരാം. അതുകൊണ്ടാണ്
വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർ എപ്പോഴും അവരെക്കാൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പ്രയാസങ്ങൾ നേരിടും. ചില ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീയായിരിക്കണം എന്റെ ഭാര്യ എന്ന് ആഗ്രഹിക്കുന്ന സാധുക്കളുണ്ട്. അത് വാസ്തവത്തിൽ ബുദ്ധിമോശമാണ്. അവനവന്റെ സാഹചര്യത്തെക്കാൾ ഉന്നതമായ സാഹചര്യം ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കും ഉണ്ടെങ്കിൽ അവൻ ഭാര്യ വീട്ടുകാർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അവർക്ക് അവനെ പലപ്പോഴും തൃപ്തി നേടാൻ സാധിക്കാതെ വരികയോ ചെയ്യുക സ്വാഭാവികമാണ്. കാരണം അവരുടെ നിലവാരമനുസരിച്ച് ഇവന്റെ പതിവുകളും പ്രവർത്തനങ്ങളും ഉയർന്നു കാണാതിരിക്കുമ്പോൾ, അതുപോലെ അവരുടെ കുടുംബത്തിലുള്ള വ്യക്തികളും മറ്റ് വരന്മാരും ജ്യേഷ്ഠാനുജന്മാരും സഹോദരിമാരുമൊക്കെ ജീവിക്കുന്ന നിലവാരത്തിൽ ഇവന് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവളെ ജീവിപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അഥവാ ഇനി അവർ വലിയ സഹായങ്ങൾ അവന് ചെയ്തു കൊടുത്താൽ തന്നെ അതിനാൽ അവന്റെ അന്തസ്സ് ചോദ്യം ചെയ്യപ്പെടുകയും അവന്റെ അഭിമാനത്തിന് ക്ഷതം വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിവാഹം കഴിക്കുമ്പോൾ നല്ലത് അവനേക്കാൾ കൂടുതൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് അന്തസ്സും അഭിമാനവും സമാധാനവും നിലനിർത്താൻ ഏറ്റവും ഉചിതമായത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അതിന്റെ അർത്ഥം സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് ഹറാമാണെന്നല്ല. അങ്ങനെ നാം ഹലാലിനെ പിടിച്ച് ഹറാമാക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ അതിന് മനഃശാസ്ത്രപരമായും ബുദ്ധിപരമായും ആര് ചിന്തിക്കുന്നുവെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് പലപ്പോഴും മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും എന്നത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. മറ്റൊരു കാര്യം, പരിശുദ്ധ ഇസ്ലാമിൽ വളരെ നിർബന്ധമായൊരു വിഷയമാണ് ഭാര്യക്ക് മഹർ കൊടുക്കണം എന്നത്. സദാഖ് എന്നും മഹർ എന്നും പറയുന്നത് വിവാഹം കാരണത്താലോ അല്ലെങ്കിൽ സുബ്ഹത്തിന്റെ വത്ഉ അഥവാ ശരിയായ മാർഗത്തിലുള്ള നിക്കാഹിലല്ലെങ്കിലും കോടതി പ്രകാരം നടപടിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു സ്ത്രീയെ ലൈംഗികമായി ബന്ധപ്പെട്ടതിന്റെ പേരിലോ കൊടുക്കൽ നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് മഹർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സുബ്ഹത്തിന്റെ വത്ഉ എന്ന് ഞാൻ മുമ്പൊരിക്കലും ഓർമ്മപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് ഒരാൾ ശരിയായ നിക്കാഹിലൂടെ അല്ലാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുപോയി. മുമ്പ് ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ബാപ്പയില്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പയാണ്. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്. അതായത് ഈ പെണ്ണിന്റെ ബാപ്പയും ഈ സഹോദരന്റെ ബാപ്പയും ഒന്നാണ്. ഈ വധുവിന്റെ മാതാവും സഹോദരന്റെ മാതാവും ഒന്നാണ്. അങ്ങനെ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ. അതിന് പകരം വിവാഹം ചെയ്തു കൊടുത്തത് ആ സഹോദരൻ ഉള്ളതോടുകൂടി തന്നെ ബാപ്പ മാത്രം ഒത്ത സഹോദരനായിപ്പോയി, ഉമ്മ വേറെയാണ്. അങ്ങനെ ഒരു സംഭവം നേരത്തെ
വിളിച്ചു ചോദിച്ചത് ഞാൻ എന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇരിക്കട്ടെ, ആ വിവാഹം അസാധുവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിവാഹം അസാധുവാണെങ്കിലും ആ വിവാഹത്തിന്റെ പേരിൽ ഭാര്യയായി ബന്ധപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന് സാധാരണ ഭാര്യമാർക്കുള്ളതുപോലെ മഹർ കൊടുക്കൽ നിർബന്ധമാണ്. ഇത് ശുബ്ഹത്തിന്റെ വത്അ് എന്ന് പറയുന്നതിന്, അഥവാ ശരിയായ മാർഗത്തിലല്ലാതെ സംഭവിച്ചു പോയ, അതേസമയം കോടതിയുടെ മുമ്പിൽ വ്യഭിചാരക്കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയ ഒരു സംഭവമാണ്. മിസാലു വത്ഇ ശുബ്ഹത്തിൻ യാ സാഹി കവത്ഇഹാ ഫീ ഫാസിദിൻ നികാഹി. ബർഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത്തരത്തിൽ നടന്ന സംയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞ ഉദാഹരണമാണ് ഫാസിദായ, സഹീഹല്ലാത്ത നിലക്ക് നടന്ന നിക്കാഹിൽ നടന്ന ലൈംഗിക ബന്ധം. ആ ബന്ധത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ പരിഗണനയുണ്ട്. അത് കേവലം വ്യഭിചാരം പോലെ അല്ല. വ്യഭിചാരത്തിൽ ഉണ്ടാകുന്ന കുട്ടി അവന്റേതല്ല, അത് നാം ഇന്നലെയോ മിനിഞ്ഞാന്നോ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ജനിക്കുന്ന കുട്ടി അവന്റേതാണ്, അവന്റെ കുട്ടിയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അവന് പല നിയമങ്ങളും അതിന്റെ പേരിൽ വന്നു ചേരും. ഇതുപോലെ ഒരാൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റൂമിൽ കയറി ചെന്ന് ഭാര്യയാണെന്ന നിലക്ക് ബന്ധപ്പെട്ടത് ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയായിപ്പോയി. അങ്ങനെ അറിയാതെ സംഭവിച്ചു പോയാൽ ആ സംഭവിച്ചു പോയ സ്ത്രീക്ക് അവൻ മഹർ കൊടുക്കണം. അവൾ അതിൽ ഗർഭിണിയായാൽ അതിലുണ്ടാകുന്ന കുട്ടി അവന്റേതായി പരിഗണിക്കപ്പെടും. ആ കുട്ടി പെണ്ണാണെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് അവനായിരിക്കും. ലകിം ബിവത്ഇ ഇംറാഅതിൻ ബിസുബ്ഹതി ലുഹൂഖു നസബിൻ വവുജൂബുൽ ഇദ്ദതി. അത്തരത്തിൽ സംഭവിച്ചാൽ, അതുപോലെ സഹീഹല്ലാത്ത നിക്കാഹ് മുഖേന ഒരു സ്ത്രീയെ സ്വീകരിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അങ്ങനെയുള്ള സംയോഗങ്ങൾ നിമിത്തമുണ്ടാകുന്ന കുട്ടികൾക്ക് അവൻ ബാപ്പയാണ് എന്ന നിലവാരത്തിൽ തന്നെ ബാപ്പയായി അവനെ പരിഗണിക്കപ്പെടുകയും ബാപ്പ എന്ന നിലക്ക് ഉള്ള എല്ലാ നിയമങ്ങളും ബാധകമാവുകയും ചെയ്യും. അതുപോലെ അവൾ ഇദ്ദയിരിക്കേണ്ടി വരും. അവളുടെ ഗർഭാശയത്തിൽ അവന്റെ കുട്ടി ഉണ്ടോ ഇല്ലേ എന്നത് മനസ്സിലാക്കാനും അല്ലെങ്കിലും അവൾ ഇദ്ദയിരിക്കേണ്ടി വരും. ഭർത്താവ് തലാഖ് ചൊല്ലിയാലുള്ള നിയമം പോലെ ഇദ്ദയിരിക്കേണ്ടി വരും. അതിന്റെ പുറമെ മിൻ ഹുർമത്തിൽ മുസാഹറ ലാ മിസ്ലുഹു ബി ശഹ്വത്തിൻ മുബാശറ. ഇന്നലെ നാം പറഞ്ഞിരുന്നു, ഭാര്യയുടെ ഉമ്മ അവളെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ല. ഭാര്യ മരിച്ചുപോയാലും ഭാര്യയെ തലാഖ് ചൊല്ലിയാലും ഒരിക്കലും ഭാര്യയുടെ ഉമ്മയെ പിന്നീട് ഈ പുതിയാപ്പളക്ക് ജാമാതാവിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് നാം ഇന്നലെ പറഞ്ഞിരുന്നു. അതേ നിയമം ഇങ്ങനെ അബദ്ധത്തിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ടു പോയവർക്കും, അതുപോലെ സഹീഹല്ലാത്ത വിധത്തിൽ വിവാഹം നടന്ന് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയവർക്കും അതേ നിയമം ബാധകമാണ്. അതുകൊണ്ട് ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയുടെ ഉമ്മയെ ഇവന് വിവാഹം കഴിക്കാൻ പറ്റില്ല. അതുപോലെ നേരത്തെ നാം വിവാഹബന്ധം കൊണ്ട് ഹറാമാകുന്ന നിയമങ്ങൾ പറഞ്ഞതെല്ലാം ഇവിടെയും ബാധകമാണ്. പക്ഷേ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മാത്രമേ ആ നിയമം ബാധകമാവുകയുള്ളൂ. നേരെ മറിച്ച് വൈകാരികമായി
അവളെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ മറ്റോ ചെയ്തതാണെങ്കിൽ ഈ നിയമം അതിന് ബാധകമല്ല. وَاعْتَبَرُوا فِي هَذِهِ الثَّلَاثِ بِسُبْهَةِ الرِّجَالِ لَلْإِنَاثِ. പുരുഷന് തെറ്റിദ്ധാരണ നിമിത്തം ഇങ്ങനെ സംഭവിച്ചു പോയ സ്ഥലത്താണ് ഈ നിയമം. സ്ത്രീയുടെ തെറ്റിദ്ധാരണ പണ്ഡിതന്മാർ പരിഗണിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു നിയമം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്കിൻ ഹറാമുൻ നദ്റുവാത്തി സുബ്ഹതി വമസ്ഹൂമാ ഹരിമൽ മൗതൂഅതി. സ്വന്തം ഭാര്യയുടെ മാതാവിനെ കാണാനും തൊടാനും പറ്റുന്നത് പോലെ ഈ നിലക്ക് തെറ്റിദ്ധാരണ നിമിത്തം സംഭവിച്ചു പോയ ലൈംഗിക ബന്ധത്തിന്റെ പേരിൽ വിവാഹം ഹറാമാക്കപ്പെടുന്ന ആ പെണ്ണിന്റെ ഉമ്മയെ കാണാനോ തൊടാനോ പാടില്ല. അതുപോലെ ഉള്ള നിയമങ്ങൾ ഒന്നും തന്നെ അവളുടെ ബന്ധുക്കൾക്ക് ഉള്ള നിയമങ്ങൾ ബാധകമല്ല. ഇനി അഥവാ ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അവളും ഭർത്താവുമായി വേഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ അബദ്ധത്തിൽ ഒരു വ്യക്തി ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടു പോവുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്താൽ ഈ ഭർത്താവിൻ്റെതാണോ കുട്ടി, അതല്ല അബദ്ധത്തിൽ ബന്ധപ്പെട്ടു പോയവന്റേതാണോ എന്നതിൽ ആർക്കും സംശയം വരാൻ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ലക്ഷണം നോക്കി പറയാൻ കഴിയുന്ന, ടെസ്റ്റ് ചെയ്ത് പറയാൻ കഴിയുന്ന ആളുകളുടെ തീരുമാനമനുസരിച്ച് ആ കുട്ടി ആരുടേതാണെന്ന് തീരുമാനിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങൾക്കും മുടിനാരിന കീറി നിയമങ്ങളാണ്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാത്ത പലരും ധരിച്ചു വെക്കുന്നത് പോലെ വെറും ഒരു നിസ്കാരവും നോമ്പും മാത്രം പറയുന്ന മതമല്ല ഇസ്ലാം. ഏതായാലും ഇത് പറഞ്ഞതുകൊണ്ടൊരു കാര്യം കൂടി ഉണർത്തുകയാണ്. മുഹറമുൻ മുഅബ്ബദുൻ നീദാ വഖഅ അലാ നികാഹിൻ ഫന്നികാഹു യൻഖതി കവതി ശഖ്സിൻ സൗജതൻ ലി അസ്ലിഹി ബിസുബ്ഹത്തിൻ ഔ സൗജതൻ ലി ഫസ്ലിഹി. ഇത്തരം തെറ്റിദ്ധാരണ നിമിത്തം ചില സ്ത്രീകളെ ലൈംഗികമായി ബന്ധപ്പെട്ടു പോയാൽ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പിതാവിന്റെ ഭാര്യ സ്വന്തം ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ മകന്റെ ഭാര്യ സ്വന്തം ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടി പിതാവിന്റെ ഭാര്യ പിതാവിന് നഷ്ടപ്പെടും, മകന്റെ ഭാര്യ മകന് നഷ്ടപ്പെടും. പിന്നീട് അവർക്ക് വൈവാഹിക ജീവിതം ഇല്ല. മനസ്സിലാക്കി വെക്കേണ്ട ഒരു നിയമമാണ്. ഒരാൾ ഒരു വ്യക്തിയുടെ ബാപ്പയുടെ അല്ലെങ്കിൽ ഉപ്പാപ്പയുടെ ഭാര്യയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ ബാപ്പക്ക് ഭാര്യ അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ മകന്റെ ഭാര്യയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അതോടെ മകന് ഭാര്യ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ ഇതുപോലെ തന്നെ ഒരാൾ ഭാര്യയുടെ ഉമ്മയുമായി തെറ്റിദ്ധരിച്ച് ഭാര്യയാണെന്ന നിലക്ക് ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭാര്യയുടെ മകളുമായി തെറ്റിദ്ധരിച്ച് ബന്ധപ്പെട്ടു പോയാൽ അതേപോലെ അവന്റെ ഭാര്യയുമായുള്ള ബന്ധം അതോടുകൂടി മുറിഞ്ഞു പോകും. ഭാര്യയുടെ ഉമ്മയുമായി തെറ്റിദ്ധരിച്ച് ബന്ധപ്പെട്ടു പോയാൽ, അതുപോലെ ഭാര്യയുടെ മകളുമായി തെറ്റിദ്ധരിച്ച് ബന്ധപ്പെട്ടു പോയാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ ഭാര്യ നഷ്ടപ്പെടും. അങ്ങനെയാണ് നിയമം. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട്
സംഭവിക്കാവുന്ന വിഷയത്തിലുള്ള ചില നിയമങ്ങളാണ്. ഇതുപോലെ മുലകുടി ബന്ധത്തിലും ചില മസലകളുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. കൂടുതൽ ആവശ്യം വരാത്ത, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആവശ്യം വരാൻ സാധ്യതയില്ലാത്ത ചില സംഭവങ്ങളാണ്. ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് ഞാൻ പറയാം. മൻ തഹ്തഹു കബീറത്തുൻ ഖദ് അർഅത് ഹാലിലതൻ ഉഖ്റാ ലഹു ഖദ് സഗറത്. ഒരു ഭാര്യ, അവൾ പ്രായപൂർത്തിയെത്തിയ വലിയ ഒരു ഭാര്യ, ആ ഭാര്യ ഇപ്പോൾ അവൾക്ക് മുലപ്പാലുണ്ട്. അവന്റെ കുട്ടി കുടിക്കുന്ന അവന്റെ മുലപ്പാല്, ആ മുലപ്പാലുള്ള ഭാര്യ ഉള്ളതോടുകൂടി തന്നെ ഒരാൾ ഒരു ചെറിയ 2 വയസ്സിൽ കുറഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹം ചെയ്ത വിവാഹം ശരിയാവും. പക്ഷേ അങ്ങനെ വിവാഹം ചെയ്ത പെൺകുട്ടികളെ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം ചെയ്ത പെൺകുട്ടികളെ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അവൻ അതാ ആലോചിക്കാതെ ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അതേ സമയത്ത് വിവാഹം ശരിയാവും, പക്ഷെ കുറച്ചു കാലം കാത്തു നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇരിക്കട്ടെ, ഇങ്ങനെ 2 വയസ്സിൽ കുറഞ്ഞ ഒരു പെൺകുട്ടിയെയും അവൻ വിവാഹം കഴിച്ചു. എന്നിട്ടോ അവൻ ഈ ചെറിയ പെൺകുട്ടിയെ കൊണ്ടുപോയി വലിയ ഭാര്യയുടെ മടിയിൽ കൊടുത്തു. അവൾ മടിയിൽ വെച്ച് നന്നായി ആ കുട്ടിക്ക് മുല കൊടുത്തു. എന്നാൽ ഹറുമത്തിൽ കബീറ അബദൻ അലൈഹി വഖദ സഗീറ. 2 ഭാര്യയും അതോടുകൂടി ദുർബലപ്പെട്ടു പോകും. പിന്നെ അവന് 2 ഭാര്യയും ഇല്ല, 3ാമത്തെ വേറെ നോക്കേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ നിയമം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, വിവാഹം ദുർബലപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അതിൽ പലതും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയില്ലാത്തതാണ്. ചിലത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സാധാരണ ഇല്ലാത്ത വല്ല പ്രശ്നങ്ങളും വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ പണ്ഡിതന്മാരോട് സ്വകാര്യത്തിലെങ്കിലും ചോദിച്ച് നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധാരണക്കാര് തുനിയണം. ഇസ്ലാം എന്ന് പറയുന്നത് വെറും ഒരു കേവലം ആചാരത്തിന്റെ മതമല്ല. ഓരോ വിഷയത്തിലും മുടിനാരിയ കീഴി നിയമങ്ങളുള്ള മതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീക്ക് മഹർ നൽകുക എന്ന ഒരു വിഷയം ഉണ്ട്. മഹർ കൊടുക്കുക എന്ന് പറയുന്നത് അത് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മഹർ കൊടുക്കൽ ഏതായാലും നിർബന്ധമാണ്. മഹർ എന്ന് പറയുന്ന വിവാഹ മൂല്യം, ആ വിവാഹ മൂല്യം നിശ്ചയിക്കൽ ആവശ്യമാണ്. അത് നിക്കാഹിൽ തന്നെ എത്രയാണെന്ന് നിശ്ചയിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരു വിവാഹത്തിൽ സാധാരണ നമ്മളൊക്കെ നിക്കാഹ് ചെയ്യുമ്പോൾ അൻകഹ്തുക ബിന്തി ബിമഹരികദ, നിന്റെ മകളെ ഞാൻ ഇത്ര മഹറിന് നിക്കാഹ് ചെയ്തു തന്നു എന്നാണ് പറയാറ്. അപ്പൊ മഹർ നിശ്ചയിക്കുകയാണ്. അങ്ങനെ നിശ്ചയിക്കാതെ ഒരു വിവാഹം നടന്നാൽ ആ വിവാഹം സാധുവാണ്. പക്ഷേ വിവാഹത്തിൽ മഹർ എത്രയാണെന്ന് പറയൽ അത് സുന്നത്താണ്. ഫി അഖദിഹി സദാഖു നദ്ബുൻ ദിക്റുഹു ഇഖ്ലാഉഹു യജൂസു ലാകിൻ യുക്റഹു. നിക്കാഹ് ചെയ്യുന്ന സമയത്ത് മഹർ പറയാതെ നിക്കാഹ് ചെയ്താലോ അത് കറാഹത്താണ്. അത് കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. പറയുക തന്നെയാണ് വേണ്ടത്. പക്ഷെ പറഞ്ഞില്ലെങ്കിലും നിക്കാഹ് ശരിയാകും. അപ്പോൾ പിന്നെ മഹർ എങ്ങനെ നിശ്ചയിക്കും? നേരത്തെ നിശ്ചയിക്കാത്ത മഹർ എങ്ങനെ നിശ്ചയിക്കും? അത് അവളുടെ കുടുംബത്തിൽ നടന്നു വരുന്ന അവളുടെ ജ്യേഷ്ഠത്തി, അവളുടെ അനുജത്തി, അതുപോലെ ഉള്ള ആളുകൾക്ക് നിശ്ചയിക്കപ്പെടാറുള്ള മഹർ എത്രയാണെന്ന് നോക്കി അതായിരിക്കും കൊടുക്കേണ്ടി വരിക. ലൗലം യുസമ്മൽ മഹ്റു ഫല്ലഖദുന്നഖദ് ബിമഹരി മിസ്ലിൻ ലാ കതഫ്വീദിൻ യരിദ്. അപ്പോൾ മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ സാധാരണ നിലക്ക് അവരുടെ കുടുംബത്തിലുള്ള മഹർ കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു സ്ത്രീ സ്വന്തം ബാപ്പയോട് അല്ലെങ്കിൽ രക്ഷിതാവിനോട് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തോളൂ, യാതൊരു നയാകാശും ഒരു മഹറും വാങ്ങണ്ട
എന്ന് പറഞ്ഞാലോ? അത് സ്ത്രീയുടെ അവകാശമാണല്ലോ മഹർ. അവൾ പറയുകയാണ്, എനിക്ക് ഒരു മഹറും വേണ്ട, നിങ്ങൾ മഹറില്ലാതെ നിക്കാഹ് ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞാലോ? വിവാഹം നടത്തുന്നത് നിമിത്തമായി അവൾക്ക് മഹർ നിർബന്ധം ഇല്ലെങ്കിലും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ പെണ്ണിനും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. വിവാഹം നിമിത്തമായി മഹർ നിർബന്ധമില്ല. അതേസമയത്ത് വിവാഹം കഴിഞ്ഞ് അവൻ ലൈംഗികമായി ബന്ധപ്പെടുകയാണോ, എന്നാൽ അവൾക്കും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ മഹർ എങ്ങനെ നിശ്ചയിക്കും? അത് ഇസ്ലാമിന്റെ കോടതിയിലെ ഇസ്ലാമിന്റെ ജഡ്ജി ഖാദി, ആ ഖാദിയാണ് തർക്കമുണ്ടെങ്കിൽ നിശ്ചയിക്കേണ്ടത്. തർക്കമില്ലെങ്കിൽ അവർക്ക് തന്നെ പരസ്പരം ഇരുന്ന് പരസ്പരം പൊരുത്തപ്പെടുന്ന ഒരു മഹർ നിശ്ചയിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ശരി, മഹർ നൽകിയ ശേഷമാണ് ഒരു വരൻ വധുവുമായി ബന്ധപ്പെടേണ്ടത്. അതാണ് സുന്നത്ത്. വലാ ബിഹാ യദ്ഖുലു ഇല്ലാ ബഅദ അൻ യുതിയഹാ മിൻ മഹ്രിഹാ ശൈഅൻ ഫസുൻ. മഹർ കൊടുത്തതിന് ശേഷമാണ് ഭർത്താവ് ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടൽ സുന്നത്തുള്ളത്. അഥവാ അവൻ മഹർ കൊടുത്തില്ലെങ്കിൽ അവൾക്ക് എന്നെ തൊടാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം, മഹർ കിട്ടുന്നതുവരെ തൊടാൻ പാടില്ലെന്ന് പറയാൻ അധികാരമാണ്. അതേസമയത്ത് അവൾക്ക് തന്നെ വേണമെങ്കിൽ അവന് സമയം നീട്ടിക്കൊടുക്കാം, സമയം അവധി കൊടുക്കാം, അതിനൊന്നും വിരോധവും ഇല്ല. പക്ഷേ അവൾ മഹർ തന്നതിന് ശേഷമേ എന്നെ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുത്തതിന് ശേഷം മാത്രമേ അവളുമായി ബന്ധപ്പെടാൻ അവന് പറ്റുകയുള്ളൂ എന്നതാണ് നിയമം. മഹർ എന്താണ് ഏറ്റവും നല്ലത്? ഏറ്റവും നല്ലത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പെൺകുട്ടികൾക്ക് കൊടുത്ത മഹർ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ രൂപം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൊടുത്തത് വെള്ളിയാണ്. അതുകൊണ്ട് മഹർ കൊടുക്കുന്ന സ്ഥലത്ത് ഉത്തമം വെള്ളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്വർണ്ണമാണല്ലോ കൊടുക്കാറ്, അത് മാറ്റണമെന്നൊന്നും ഞാനീ പറഞ്ഞതിന് അർത്ഥമില്ല. അതേസമയത്ത് കൂടുതൽ നല്ലത് വെള്ളിയാണ്. നിയമം മനസ്സിലാക്കി വെക്കണം. ഏറ്റവും നല്ലത് വെള്ളിയാണ്. വകൗനുഹു മിൻ ഫില്ലത്തിൻ ഖാലിസ അൻ നസ്റത്തിൻ മിൻ ദിർഹമിൻ ലഹനാഖിസ. വെള്ളി മഹർ നിശ്ചയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിന്തുടരാൻ വേണ്ടിയാണ്. എന്നാൽ അത് തന്നെ 10 ദിർഹമിനേക്കാൾ കുറയാതിരിക്കുന്നത് നല്ലതാണ്. 10 ദിർഹമെങ്കിലും ഉണ്ടാകണം. 10 ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ഗ്രാമാണ് 10 ദിർഹം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 ഗ്രാം വെള്ളിയെങ്കിലും മഹർ നിശ്ചയിക്കുന്നത് സുന്നത്താണ് എന്നർത്ഥം. കാരണം അതിനേക്കാൾ ചുരുങ്ങിയ തുക പോരാ എന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ, അതാണ് അതിനേക്കാൾ ചുരുങ്ങരുത് എന്ന് പറയാൻ കാരണം. എന്നാൽ മഹർ 500 ദിർഹമിനേക്കാൾ കൂടുതലാകാതിരിക്കുക, അതും സുന്നത്താണ്. 500 ദിർഹമിൽ കൂടുതലാകാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ 10 ദിർഹമിൽ കുറയാതിരിക്കുക, 500 ദിർഹമിൽ കൂടാതിരിക്കുക. 10 ദിർഹം ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ചെറിയ കുറവുണ്ടാവും. 30 ഗ്രാമിനടുത്താണ് ഈ 10 ദിർഹം എന്ന് പറയുന്നത് വെള്ളി. ഇന്നത്തെ നിലവാരമനുസരിച്ച് ഏകദേശം 1350 രൂപ വിലക്കുള്ള വസ്തുവായിരിക്കും അത്. 500 ദിർഹം എന്ന് പറഞ്ഞാൽ 1.5 കിലോ വെള്ളി, ഏകദേശം ചെറിയ കുറച്ചുണ്ടാവും. 1.5 കിലോയോളം വെള്ളി ആയിരിക്കും അത്. അതിന് ഇന്നത്തെ നിലവാരം അനുസരിച്ച് 67,500 രൂപ സുമാറ് അതിന്റെ വിലയാണ്. അത് ഇന്നത്തെ സ്വർണത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ ഏകദേശം 4.5 പവൻ അതിനുണ്ടാവും. അപ്പോൾ 500 ദിർഹമിൽ കൂടുതൽ മഹർ ആകാതിരിക്കൽ സുന്നത്താണ്. അതിനോട് സമാനമായി ചേർത്ത് പറയുമ്പോൾ 4.5 പവൻ, അതിനേക്കാൾ കൂടുതൽ മഹർ പറയാതിരിക്കൽ സുന്നത്താണ് എന്നാണ് തുക കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് 11 മിസ്കാൽ പൊന്ന് മഹർ പറയുന്ന പതിവുണ്ട്. 11 മിസ്കാൽ പൊന്ന് എന്ന് പറഞ്ഞാൽ
46.25 ഗ്രാമിനോളം സ്വർണമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ 5.25 പവനോളം 11 മിസ്കാൽ പൊന്നിന് ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞ തുകയേക്കാൾ കുറച്ച് കൂടുതലല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ മഹർ കുറെ കൂടുതൽ പറയൽ ഒരു അന്തസ്സാണ്, അഭിമാനമാണ് എന്ന് മനസ്സിലാക്കി വലിയ മഹർ പറയുന്ന സ്വഭാവം ഉണ്ട്. അത് വാസ്തവത്തിൽ സുന്നത്തിനെതിരാണ്, അത് കറാഹത്താണ്, അത് വെറുക്കപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പണക്കാരായിരുന്നാലും അവർ മഹറിന്റെ തുക വർദ്ധിപ്പിക്കുന്നത് പുണ്യമാണെന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. മഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചതിൽ കൂടുതൽ മഹർ ആകുന്നത് സുന്നത്തിനെതിരാണ്. അതേസമയത്ത് ഭാര്യമാർക്ക് എത്ര സ്വർണവും ഭർത്താക്കന്മാർക്ക് കൊടുക്കാം, അത് നല്ലതാണ്, അതിനാരും ഇവിടെ വിരോധം പറയുന്നില്ല. മഹർ നിശ്ചയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ച ആ നബി തങ്ങളുടെ മക്കൾക്കും ഭാര്യമാർക്കുമൊക്കെ നിശ്ചയിച്ച തുകയെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, മഹർ നിശ്ചയിച്ചതിന് ശേഷം അതെ ഒരു ഭാര്യയും ഭർത്താവുമായി, അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി വിശദീകരണം ഞാൻ പിന്നീട് പറയും. ഒരു ഭാര്യയും ഭർത്താവുമായി വേർപെട്ടു പോവുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ വയസ്കുത്തുൽ ജമീഉ ഖബ്ല വത്ഇഹാ ബിഫിർഖത്തിൻ മിൻ ഇൻദിഹാ ഔ വജ്ലിഹാ. മഹർ നിശ്ചയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെട്ടു. എങ്ങനെ വേർപെട്ടു? അവൾ അവനെ ഒഴിവാക്കിയതാണ്. അതിനാണ് ഫസ്ഖ് എന്ന് പറയുന്ന ഒരു പരിപാടിയും. അവൻ ചെലവിന് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടോ, അതുപോലെ അവന്റെ മറ്റെന്തെങ്കിലും നിശ്ചയിക്കപ്പെട്ട അറിയപ്പെട്ട കിതാബുകൾ പറഞ്ഞ ന്യൂനത, അല്ലെങ്കിൽ അവൾക്കെന്തെങ്കിലും ന്യൂനത എന്ന് തോന്നലല്ല, അങ്ങനെയുള്ള ന്യൂനതകൾ കൊണ്ടോ ഏതോ കാരണത്താൽ അവൾ അവനെ ഒഴിവാക്കുകയാണെങ്കിൽ, അതും അവനും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ മഹർ തീരെ കൊടുക്കേണ്ടതില്ല. അവൾ മുഖേന, അവൾ കാരണമായി ഒഴിവായി പോയതിനാൽ മഹർ തീരെ കൊടുക്കേണ്ടതില്ല. നേരെ മറിച്ച് ആര് മുഖേനയാണെങ്കിലും ശരി, അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഒഴിവായി പോകുന്നതെങ്കിൽ മഹർ കൊടുക്കൽ നിർബന്ധമാണ്. ഇതുപോലെ അവൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അവൻ മരിച്ചുപോയി, എന്നാലും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. അവനോ അവളോ മരിച്ചുപോയാൽ മഹർ നേരത്തെ നിശ്ചയിച്ചത് കൊടുക്കൽ നിർബന്ധമാണ്. അവൾ അവകാശിക്ക് കിട്ടും. അങ്ങനെയാണ്. അവൾ മരിച്ചുപോയതാണെങ്കിൽ, അവൻ മരിച്ചുപോയതാണെങ്കിൽ അവന്റെ അവകാശികൾ ആ മഹർ കൊടുത്തിരിക്കണം. അവൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഏതായിരുന്നാലും മരിച്ചുപോയാൽ മഹർ സ്ഥിരപ്പെടും. അതുപോലെ അവൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹർ ഏതായിരുന്നാലും കൊടുക്കേണ്ടി വരും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവൾ മുഖേന ഉണ്ടായ വേർപാടാണെങ്കിൽ മഹർ കൊടുക്കേണ്ടതില്ല. എന്നാൽ അവിടെ ഒരു വിഷയമുണ്ട്. അവൻ മുഖേനയാണ് വേർപാടുണ്ടാകുന്നതെങ്കിൽ, അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ നിശ്ചയിക്കപ്പെട്ട മഹറിന്റെ പകുതി ഭാഗം കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് നിയമം. മഹർ എന്തായിരിക്കണം? മഹർ ഏത് വസ്തുവും മഹർ ആകാം. പക്ഷേ ഏറ്റവും ഉത്തമമായതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉത്തമമായ തുകയുമാണ് നേരത്തെ പറഞ്ഞത്. മഹർ ഏത് വിഷയവും നിശ്ചയിക്കാം. ഒരു വിലയാകാൻ പറ്റുന്ന, ഒരു വസ്തുവിന്റെ വിലയായി നിശ്ചയിക്കപ്പെടാൻ പറ്റുന്ന ഏത് വസ്തുവും മഹറാകാൻ പറ്റും. അത് മുഅജ്ജലം വആജിലം വമൻഫഅ കമിഥിലി തഅലീമിൻ ലഹാ ഇൽമം. അത് അവധി നിശ്ചയിച്ചുകൊണ്ടും മഹർ നിശ്ചയിക്കാം, ഉടനെ തന്നെ റൊക്കം കൊടുക്കുന്ന വിധത്തിലും ആകാം. അത് വസ്തു തന്നെയാകണമെന്നില്ല, ഉപകാരമായിരുന്നാലും ശരി. ഉപകാരം ഏതുപോലെ? കമിഥിലി തഅലീമിൻ ലഹാ ഇൽമം. മഹർ നിശ്ചയിക്കുന്നത് അവന്റെ കൈവശത്തിൽ അറിവുള്ള ഒരു ജോലി, അല്ലെങ്കിൽ അറിവുള്ള ഒരു കാര്യം, അത് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് മഹർ. അങ്ങനെ മഹർ നിശ്ചയിക്കാം. അങ്ങനെ മഹർ നിശ്ചയിച്ചുകൊണ്ടും ആകാം. അതും വിലക്കുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു വിലക്കുള്ളതായിരിക്കണം മഹർ നിശ്ചയിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ സമീപത്ത് സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയായിരുന്നു. ഒരു സ്ത്രീ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവളെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവളുടെ ശരീരം വിവാഹത്തിന് വേണ്ടി നൽകാൻ അവൾ തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചില്ല. ആ സമയത്ത് സമീപത്തുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, നബിയെ എനിക്ക് അവളെ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കാൻ അധികാരമുണ്ട്. നബി സല്ലല്ലാഹു നിങ്ങൾ ഭരണാധികാരിയാണ് എന്നതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് മനുഷ്യനും അല്ലാഹുവിന്റെ റസൂലിന് ഓരോ മനുഷ്യനിലും വലിയ അധികാരം അതുപോലെ തന്നെ സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ മറ്റൊരാളുടെ എന്തെങ്കിലും കാര്യം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താറില്ല. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ മരിച്ചുപോയാൽ അദ്ദേഹത്തിന്റെ അവകാശം ഒന്നും എനിക്ക് തരേണ്ടതില്ല. അതേസമയം നിങ്ങൾ ഒരാൾ മരിച്ചുപോയിട്ട് അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയൊന്നുമില്ല, കടം ഉണ്ടെങ്കിൽ ഞാൻ അത് വീട്ടിക്കൊള്ളും. അങ്ങനെ സ്വന്തം മക്കളെക്കാൾ, സ്വന്തം കുടുംബത്തെക്കാൾ, ബന്ധുക്കളെക്കാൾ അവിടുന്ന് ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ ചൊരിച്ച നേതാവാണ്. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്യാ സയ്യിദി ഖൈറൻ നബീ. അവിടുന്ന് മാതാവാണോ പിതാവാണോ, ആ മാതാവിലും പിതാവിലും പോലും അങ്ങയെ പോലെയുള്ള നന്മ ഞങ്ങൾ ദർശിച്ചിട്ടില്ലല്ലോ നബിയേ. ഖുർആൻ പറഞ്ഞതല്ലേ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ബന്ധപ്പെട്ട വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ നബിയേ, ആ പെണ്ണിനെ തങ്ങൾക്ക് വേണ്ടല്ലോ, എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ഹല്ലിന്ദക ശൈഉൻ, മഹർ കൊടുക്കാൻ വല്ലതും നിന്റെ കൈവശത്തിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഖാലല ഇല്ല, എന്റെ അടുക്കൽ ഒന്നുമില്ല നബി, എന്റെ അടുക്കൽ ഉണ്ട്. എന്ത്? ഞാൻ ഈ ഉടുത്ത തുണിയുണ്ട്, ഈ ഉടുത്ത തുണിയല്ലാതെ എന്റെ കൈവശത്തിൽ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് നീ അഴിച്ചു കൊടുത്താൽ പിന്നെ നിന്റെ ഔറത്ത് വെളിച്ചത്താകൂലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ ഒന്ന് ഇദ്ഹബ് ഫത്ലുബ് വലൗ ഖാതമം മിൻ ഹദീദ്, നീ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കൂ, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും മഹർ കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിക്കാൻ നോക്കൂ. അദ്ദേഹം പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മാ വജത്തു ശൈആ, ഒരു സാധനവും എനിക്ക് കിട്ടിയിട്ടില്ല നബിയെ, എന്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ഹൽ മഅക മിനൽ ഖുർആൻ, നിനക്ക് ഖുർആൻ അറിയാമോ? നിനക്ക് ഖുർആൻ വശമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, മൈ സൂറത്തു കദാ വ കദാ, നബിയെ എനിക്ക് ഇന്ന സൂറത്തറിയാം, ഇന്ന സൂറത്തറിയാം. ചില സൂറത്തുകളെ പേര് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അൻകഹ്തുകഹാ ബിമാ മഅക മിനൽ ഖുർആൻ, നിന്റെ കൈവശത്തിൽ നിനക്കറിയാവുന്ന ഖുർആനിലെ സൂറത്തുകൾ ഏതാണോ അത് ഇവൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണം എന്നത് മഹറായി നിശ്ചയിച്ച് നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു. അതേ, മഹർ നിശ്ചയിച്ചത് ഖുർആൻ പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഉമർ ഖാദി റഹിമഹുല്ലാഹ് പറഞ്ഞത്, അതേ പഠിപ്പിക്കലുമാകാം മഹർ. ഏതായിരുന്നാലും മഹർ ഏത് വിഷയവും നിശ്ചയിക്കാം. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് ഒരു ദീനാറിന്റെ 4 ഉണ്ടാകണമെന്നാണ്. 1 ഗ്രാമും 62 മില്ലി ഗ്രാമും വരുന്നതാണ് ഒരു റുബഉ ദീനാർ, ഒരു ദീനാറിന്റെ 4 എന്ന് പറയുന്നത്. അത്രയെങ്കിലും സ്വർണം അല്ലെങ്കിൽ ഉണ്ടാകണമെന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. ഇരിക്കട്ടെ, എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഭാര്യയും ഭർത്താവും തൃപ്തിപ്പെടുന്ന എത്ര ചെറിയ തുകയാണെങ്കിലും ശരി, എത്ര വലിയ തുകയാണെങ്കിലും ശരി, വിരോധമില്ല, തൃപ്തിപ്പെട്ടതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇന്നംറഅതൻ തസവ്വജത് അലാ നഅലൈനി, 2 ചെരിപ്പ് മഹർ പറഞ്ഞുകൊണ്ടൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ഒരു പെണ്ണിന് 2 ചെരിപ്പ് മഹർ പറഞ്ഞിട്ട് ചെരിപ്പ് കൊണ്ട് കിട്ടൂലേ ആ കടി. 2 ചെരിപ്പ് മഹർ പറഞ്ഞ് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് വിവരം പറഞ്ഞു,
അവിടുന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, അറദീതി മിൻ നഫ്സികി വമാലികി ബിനഅലൈനി, നീ സംതൃപ്തിയോടുകൂടി, നിന്റെ മനസ്സിന് സംതൃപ്തിയോടുകൂടി നീ 2 ചെരിപ്പ് കൊണ്ട് നീ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? ആലത്ത് ആ സ്ത്രീ പറഞ്ഞു, നാം അതെ. ഫാരാസഹു, ആ നിക്കാഹിനും മഹറിനും ഒരു കുഴപ്പവുമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചു. അപ്പൊ മഹർ അത് എന്തുമാകാം, വിലക്കുള്ളതാകണമെന്നേ ഉള്ളൂ. സ്വർണമാകണമെന്നില്ല, വെള്ളിയാകണമെന്നില്ല. വെള്ളിയാണ് ഉത്തമം എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്നാൽ സഹോദരന്മാരെ, മഹറിന്റെ തുക വർദ്ധിപ്പിക്കുന്നതോ അത് നല്ലതല്ല, അത് മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ലാ തഗ്ലൂ സുഖത്തൻ നിസാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ, അറിയണം, ലാ തുഗാലൂ സദഖത്തൻ നിസാഇ, സ്ത്രീകളുടെ മഹർ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. ഫഇന്നഹാ ലൗ കാനത് മക്റുമതൻ ഫിദ്ദുനിയാ, അത് ഈ ഭൗതിക ലോകത്തൊരു ബഹുമാനവും ഈ ഭൗതിക ലോകത്ത് അതൊരു ആദരവാണെങ്കിൽ, ഔ തഖ്വാ ഇൻദല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഭക്തിയാണെങ്കിൽ, ലകാന ഔലാകും ബിഹാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലകാന ഔലാകും ബിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടവരായിരുന്നു. ഏറ്റവും വലിയ മാന്യത കാണിച്ച നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ മാന്യതയെ കുറിച്ച് വിവരിക്കേണ്ടതില്ലല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യുദ്ധത്തിന് പോയി വരുമ്പോ അതാ എന്റെ വാഹനം വളരെ മെല്ലെയാണ് പോകുന്നത്. ഒരാൾ വന്നിട്ട് എന്റെ പിന്നിൽ നിന്നതാ ഒരു ചെറിയ വടി കൊണ്ടൊരു തട്ട് തട്ടുന്നു. ഞാൻ നോക്കി, ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തേതിന്റെ വാഹനത്തിന്റെ ഓട്ടം സ്പീഡ് പോരല്ലോ. അതേ, അള്ളാഹുവിന്റെ റസൂല് ഒരു ചെറിയ തട്ടല് തട്ടിയിട്ട് ആ വാഹനത്തിന് സ്പീഡങ്ങ് വർദ്ധിച്ചു. പിന്നീട് ആ വാഹനം വളരെ സ്പീഡിലാണ് പോകുന്നതിന് ആരോഗ്യം കിട്ടിപ്പോയി. അവിടുത്തെ കൈയും അവിടുത്തെ കൈ തൊട്ട സാധനത്തിന്റെയും ബറക്കത്തല്ലേ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അങ്ങനെ ആ വാഹനം സ്പീഡിൽ ഓടാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അത് നീ എനിക്ക് വിൽക്കാബിറേ. സുബ്ഹാനല്ലാഹ്, നമ്മളാണെങ്കിൽ ആദ്യം തന്നെയാ വിൽക്കുമോന്ന് ചോദിക്കുക. കാരണം ഇതിന് ആരോഗ്യമുണ്ടായി സ്പീഡിൽ ഓടാൻ തുടങ്ങിയിട്ട് അങ്ങനല്ലല്ലോ വിൽക്കുമോന്ന് ചോദിക്കുക. മറിച്ച് എന്തെങ്കിലും ഒരു ട്രബിൾ ഉള്ള സമയത്ത് അപ്പോഴല്ലേ വിൽക്കുമോന്ന് ചോദിക്കാൻ സൗകര്യം, എന്നാലല്ലേ വില കുറച്ച് കിട്ടുക. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് മുഖേന അതേ വാഹനത്തിന് സ്പീഡ് വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ചോദിക്കുന്നത്, വിൽക്കുമോ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങി, വിലക്ക് വാങ്ങി, പറഞ്ഞ വില കൊടുത്ത് വാങ്ങി. പക്ഷേ നബിയെ, ഈ വാഹനം എനിക്ക് നാട്ടിലെത്തുന്നത് വരെ ഉപയോഗിക്കാൻ അവസരം വേണം. അതേ, അവസരം കൊടുത്തു. നാട്ടിലെത്തിയതിന് ശേഷം വാഹനം കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. അതേ, വിലയും നിശ്ചയിക്കപ്പെട്ട വിലയും കുറച്ച് കൂടുതലും തന്നു. അങ്ങനെയാണ് ലോകത്ത് മാന്യത പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ നിശ്ചയിക്കപ്പെട്ട വില കുറച്ച് തരുമോ എന്ന് ചോദിക്കുകയല്ലേ ചെയ്തത്, കുറച്ച് കൂടുതലും തന്നു. ഞാനതും വാങ്ങി തിരിച്ചു വരുമ്പോ കുറെ അപ്പുറത്തെത്തിയപ്പോ എന്നെ മടക്കി വിളിക്കുന്നു. മടക്കി വിളിച്ചപ്പോൾ എന്റെ മനസ്സിലപ്പ തന്നെ തോന്നി, ഇനിയിപ്പോ ഒട്ടകവും എനിക്ക് തിരിച്ചു തരാനുള്ള പരിപാടിയായിരിക്കും. ഞാനപ്പോൾ പഠിച്ചവരെ, ഞാൻ റസൂലുള്ളാഹിക്ക് വിറ്റതല്ലേ, ഞാൻ കാശ് വാങ്ങിയതല്ലേ, അതിനി എനിക്ക് റസൂലുള്ള തിരിച്ചു തരണ്ടായിരുന്നു എന്റെ മനസ്സിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ സമീപത്തിൽ നിന്ന് പെണ്ണോട് പറഞ്ഞു, ഒട്ടകത്തിനെ നീ തന്നെ തെളിച്ചോ ജാബിറേ. ഇത്ര മാന്യതയോടുകൂടി പെരുമാറിയ ഒരു നേതാവുണ്ടോ സഹോദരന്മാരെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് മാത്രം വിനീതനായ ഞാൻ 3-4 വർഷമായി ഓരോ കൊല്ലവും പാറക്കടവിൽ വെച്ച് പ്രസംഗിക്കാറുണ്ട്. റബീഉൽ അവ്വലിൽ അതിന്റെ CD ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങി കേൾക്കാം. പാറക്കടവിൽ പ്രസംഗമുണ്ടാകുമ്പോൾ കുറ്റ്യാടി പരിസരങ്ങളിലുള്ളവരും കൂടി വന്നാൽ അവർക്കും കൂടി ധാരാളം നേരിൽ കേൾക്കുകയും ചെയ്യാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ പോലെ തുല്യനായി ഈ ലോകത്ത് ഒരാളെയും അല്ലാഹു തആല പഠിച്ചിട്ടില്ല.
അതുകൊണ്ടാ ഇമാം ബുഖരി തങ്ങൾ പറഞ്ഞത് യാ അക്റമൽ ഖൽഖി മാ ലിമൻ നലൂദു ബിഹി സിൽക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ലമീമി. സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയായ മാന്യതയുള്ള നബിയേ, പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ അവിടുന്ന് ഞങ്ങൾക്ക് ശുപാർശ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ തങ്ങളല്ലാതെ ഞങ്ങൾക്കാരാണ് നബിയേ. ഇത് തന്നെയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗളാ ശരീഫിന്റെ സമീപത്ത് എന്നിട്ട് യാ അക്റമൽ ഖുറമാല തബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ ലഖാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖാദി റഹിമഹുല്ലാഹ് റൗളാ ശരീഫിന്റെ സമീപത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറഞ്ഞത് യാ അക്റമൽ ഖുറമാല തബികും. അതാ മാന്യന്മാരിൽ ഏറ്റവും വലിയ മാന്യനായ നബിയെ, തങ്ങളെ പടിയുടെ സമീപത്തിലാ ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും, അങ്ങയിൽ നിന്ന് സഹായം ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ഫഖീറായ ഉമർ വെളിയങ്കോട് നിന്ന് മദീനയിൽ വന്ന് പടിവാതിൽക്കൽ നിൽക്കുന്നു നബിയേ. ആ പദ്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് റൗളാ ശരീഫിന്റെ വാതില് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് കറാമത്ത് കൊണ്ട് തുറന്നു കിട്ടിയത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഏറ്റവും വലിയ മാന്യനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലിംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ അറിഞ്ഞിട്ടില്ല. നകഹ ശൈഅൻ മിൻ നിസാഇഹി വലാ അൻകഹ ശൈഅൻ മിൻ ബനാതിഹി. അവിടുന്ന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഒരൊറ്റ ഭാര്യയെയും അവിടുന്ന് നിക്കാഹ് ചെയ്തിട്ടില്ല. വലാ അൻകഹ ശൈഅൻ മിൻ ബനാതിഹി. അവിടുത്തെ പെൺകുട്ടികളെ അതാ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു പെൺകുട്ടിയെയും വിവാഹം കഴിച്ചു കൊടുത്തിട്ടില്ല. അലാ അക്സറ മിൻ സിന്തയസറ ഊഖിയ. 12 ഊഖിയ വെള്ളിയേക്കാൾ കൂടുതൽ മഹർ നിശ്ചയിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിച്ചു കൊടുത്തിട്ടുമില്ല. എത്രയാണ് ഈ 12 ഊഖിയ? മഹാനായ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് രേഖപ്പെടുത്തിയതിന് ശേഷം അവിടുത്തെ ജാമിയിൽ പറയുകയാണ്, വസിന്ദാശറ ഊഖിയതൻ 480 ദിർഹമ. 480 ദിർഹമാണ് 12 ഊഖിയ. 480 ദിർഹമാണ് 12 ഊഖിയ. അതാണ് സഹോദരന്മാരെ പണ്ഡിതന്മാര് പറഞ്ഞത്, 500 ദിർഹമിനേക്കാൾ കൂടുതൽ മഹർ നിശ്ചയിക്കുന്നത് സുന്നത്തിനെതിരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുക കൊണ്ട് കണക്ക് നോക്കിയാൽ 4.5 പവനോളം അത് വരും. അതിന്റെ മേലെ സുന്നത്തിനെതിരാണ്. നീ എത്ര വലിയ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും നീ 4.5 പവനിന്റെ മേലെ മഹർ നിശ്ചയിക്കുന്നത് സുന്നത്തിനെതിരാണ്. ഈ കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞതാണ്, പരിശുദ്ധ ഇസ്ലാം, അതേ പരിശുദ്ധ ഇസ്ലാം ഭാരം ചുമക്കാൻ പറയുന്ന മതമല്ല. അതേ വിവാഹം കഴിക്കേണ്ട ആൺകുട്ടികൾക്ക് വലിയ ഒരു ഭാരം തലയിൽ വെച്ചു കൊടുക്കാനുള്ള ആശയമല്ല പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ മഹർ വർധനവുണ്ടാകുമ്പോൾ പിന്നീടതാ മഹർ വർദ്ധിച്ച് കല്യാണം കഴിക്കാൻ തന്നെ പ്രയാസപ്പെട്ടു പോകും. നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ വിദേശ രാജ്യങ്ങളിൽ അറബികളായ സ്ത്രീകൾ, എത്രയോ സ്ത്രീകൾ 35-40 വയസ്സ് നീട്ട് വിവാഹം നടക്കുന്നില്ല. എന്തേ കാരണം? ബാപ്പ വലിയ പണക്കാരനാണ്, ഇവളും വലിയ പണക്കാരിയാണ്, അതുകൊണ്ട് വിവാഹം നടക്കുന്നില്ല. അതെങ്ങനെ? കാരണം ബാപ്പ വലിയ പണക്കാരനായപ്പോ, വലിയ തറവാട്ടുകാരനായപ്പോ അവർക്ക് മഹർ നിശ്ചയിക്കുന്നത് ലക്ഷക്കണക്കിന് ദിർഹമാണ്, ലക്ഷക്കണക്കിന് റിയാലാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിനാണ്. അത് കൊടുക്കാൻ പലപ്പോഴും അതാ സാധാരണക്കാരായ പുരുഷന്മാർക്ക് സാധിക്കുന്നില്ല. അതിന്റെ പേരിൽ അവർ ഈജിപ്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിൽ പോയി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു. സുന്ദരികളായ സ്ത്രീകൾ നാട്ടിലുള്ളതോടുകൂടി തന്നെ ചിലർ മറ്റ് നാടുകളിൽ പോയി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു.
സ്വന്തം നാട്ടിലുള്ള എത്രയോ ഭംഗിയുള്ള തറവാടുള്ള പെൺകുട്ടികൾ 35-40 വയസ്സായിട്ട് വിവാഹം കഴിക്കാതെ അതാ വീട്ടിൽ തന്നെ കഴിയുന്നു. ഇത് അറേബ്യൻ നാടുകളിൽ പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാം അതിനുത്തരവാദിയല്ല. പരിശുദ്ധ ഇസ്ലാം മഹർ 500 ദിർഹമിന്റെ മേലെ ഇല്ലാതിരിക്കലാണ് സുന്നത്തായി പഠിപ്പിച്ചത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, വിദേശ രാജ്യങ്ങളിൽ സുന്ദൂഖുസ് സവാജ് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടുണ്ട്. അതേ ശൈഖ് സായിദ് റഹിമഹുല്ലാ, അതേ UAE ഭരണാധികാരിയായിരുന്ന സാഹിബുസ്സുമു അശ്ശൈഖ് സായിദ് ബിൻ സുൽത്താൻ, അദ്ദേഹം ഒരു നല്ല ധർമ്മിഷ്ഠനായിരുന്നു, സാധുക്കളോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതാ വിവാഹം കഴിക്കാൻ കഴിയാത്ത ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാനുള്ള സഹായം നൽകാൻ പ്രത്യേക ഫണ്ട് രൂപീകരിച്ച് അദ്ദേഹം വലിയ സഹായങ്ങൾ പുരുഷന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? വിവാഹം കഴിക്കാൻ വേണ്ടി. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ. പക്ഷേ ഇസ്ലാം മഹറിന്റെ തുക വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമല്ല. അതുകൊണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ നിലയ്ക്ക് ഈ വിഷയം വിവരിച്ചിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി ചിന്തിച്ചു ഭരണകാലത്ത്. അതെന്താണ് ചിന്തിച്ചത്? സ്ത്രീകളുടെ മഹറിനൊരു പരിധി അങ്ങ് നിശ്ചയിച്ചാൽ എന്താ? ഭരണാധികാരി എന്ന നിലക്ക് സ്ത്രീകളുടെ മഹർ, ആ മഹർ കൂടുതൽ പരിധി വിടാൻ പാടില്ല എന്ന നിലക്ക് ഞാനൊരു പരിധി നിശ്ചയിച്ചാൽ എന്താണെന്ന് സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ച ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. അങ്ങനെ മഹാനവറുകൾ ഒരു പ്രസംഗത്തിൽ ഞാനിതാ സ്ത്രീകളുടെ മഹറിന് പരിധി നിശ്ചയിക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോ വഅദ് കേൾക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീ, ഒരു പാവം പ്രായം ചെന്ന സ്ത്രീ ഉമർ ഇബ്നുൽ ഖത്താബിനെയും കാത്തു നിൽക്കുകയാണ്. പോകല്ലോ ഉമറേ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, മഹറിന് പരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? പെണ്ണിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഒരു കിഴവി പെണ്ണാണ് ചോദിക്കുന്നത്, ആരാണ് ഉമറേ നിങ്ങൾക്ക് മഹറിന് പരിധി നിശ്ചയിക്കാൻ അധികാരം തന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത വളരെ വിശാലമായ നല്ല ചിന്തയായിരുന്നു. ഒരുപാട് ആൺകുട്ടികൾ പ്രയാസപ്പെട്ട് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് മഹറിന് പരിധി നിശ്ചയിക്കണമെന്നായിരുന്നു അവിടുന്ന് ചിന്തിച്ചത്. പക്ഷേ ആ പെണ്ണ് ആ സമയത്ത് അതാ ചോദിക്കുന്നു, ഉമറേ നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരു വാചകം കണ്ടില്ലേ? വഅതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഖുദൂ മിൻഹു ശൈആ. നിങ്ങൾ സ്ത്രീകൾക്ക് മഹറായി ഒരു വലിയ പർവ്വതം പോലെ അല്ലെങ്കിൽ വലിയ കൂമ്പാരം തന്നെ ഒരുപാട് മഹർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതേ നിങ്ങൾക്കത് തിരിച്ചു വാങ്ങാൻ പാടില്ല. നിങ്ങൾ എത്ര തന്നെ മഹർ കൊടുത്താലും തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പൊ എത്രയും കൊടുക്കാം, എത്രയും വാങ്ങാം എന്ന ആയത്ത് പഠിപ്പിച്ചില്ലേ? കാരണം എത്ര കൊടുത്താലും തിരിച്ചു വാങ്ങരുത് എന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയേ കൊടുക്കാവൂ എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിങ്ങളുണ്ടാക്കുന്ന നിയമത്തിനെതിരാണ് ഉമറേ എന്ന് പറഞ്ഞപ്പോൾ ഒരൽപ്പവും അഹങ്കാരം വിട്ടുതീട്ടാത്ത അങ്ങേയറ്റത്തെ വിനയമുള്ള മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, അഖ്തഅ റജുലുൻ വഅസാബത് ഇംറഅ. പുരുഷനായ ആൺകുട്ടിയായ ഉമറിന് അബദ്ധം പറ്റി. വഅസാബത് ഇംറഅ, ഈ കിഴവിപ്പെണ്ണ് പറഞ്ഞതാണ് ശരി. ഖുർആൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മഹറിന് പരിധി നിശ്ചയിച്ചുകൂടാ. മഹർ കൂടുതലാക്കാതിരിക്കണമെന്ന് തന്നെയാണ് പറയേണ്ടത്. കൂടുതലാക്കാതിരിക്കുകയാണ് വേണ്ടത്. അത് സുന്നത്തിനെതിരാണെന്ന് തന്നെയാണ് പറയേണ്ടത്. അത് വെറുക്കപ്പെട്ടതാണെന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ കൂടുതൽ മഹറുണ്ടാകുന്നത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. മഹറിന് പരിധി നിശ്ചയിക്കണമെന്ന് തീരുമാനമെടുക്കാനും വകുപ്പില്ല. ഈ ഖുർആനിലെ ആയത്ത്
അതിന് തെളിവാണെന്ന് ഈ കിഴവിയ പെണ്ണ് പറഞ്ഞതാണ് സത്യം. ഉമറിന് അബദ്ധം പറ്റിയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തുറന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് സഹോദരന്മാരെ മഹാന്മാർ ഒരിക്കലും വാശി കൂട്ടൂല. അവര് വാശിക്ക് വേണ്ടി മതം പറയൂല. അവരൊരു പക്ഷേ നല്ലതാണെന്ന് ധരിച്ചിട്ടൊരു കാര്യം പറയാൻ ഒരുങ്ങിയാൽ തന്നെ തിരിച്ചൊരു തെളിവ് കാണിച്ചു കൊടുത്താൽ അവരപ്പോൾ തന്നെ അതിൽ നിന്നങ്ങ് പിന്മാറും. വാശി കൂട്ടാൻ നിൽക്കൂല. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ മതത്തിൽ എന്തെല്ലാം ഭിന്നിപ്പുകളുണ്ടോ, ആ ഭിന്നിപ്പുകളുടെ ഏകദേശ കാരണവും ഒരു മനുഷ്യൻ ഒരു വാദം ഉന്നയിക്കുന്നു. അറിവില്ലായ്മ കൊണ്ട് ഉന്നയിക്കുന്ന വാദമായിരിക്കും. അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയ ചിന്തയായിരിക്കും. അതിനെതിരായി ആ വാദം ഉന്നയിച്ച് നാലാളുകളെ അവൻ അനുയായിയായി കിട്ടിയാൽ അപ്പോഴാണ് പണ്ഡിതന്മാരെ ശ്രദ്ധയിൽ അത് പെടുക. അപ്പൊ പണ്ഡിതന്മാരപ്പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ ആയത്തോതി കൊടുത്താൽ, ഹദീസ് ഓതി കൊടുത്താൽ, ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചാൽ, അപ്പൊ പിന്നെ എന്റെ അനുയായികൾ പോവൂലേ പുറത്ത്, ഞാൻ വഷളാവൂലേ എന്നുള്ള നിലയ്ക്ക് പിന്നീട് ആ തെറ്റിന്റെ മേൽ തൂങ്ങിപ്പിടിക്കുന്ന ഏർപ്പാട് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇമാമിങ്ങളെ കിതാബ് കൈയൊഴിച്ച് പുതുതായിട്ട് പുതിയ മതം പറയുന്ന, പുതിയ ആശയം പറയുന്ന മുഴുവൻ കക്ഷികളും ഈ അബദ്ധത്തിൽ പെട്ടുപോയവരാണ് കേട്ടോ. അവരുടെ വാശി പിടിക്കൽ കണ്ടിട്ട് ഓ മുസ്ലിമേ, മുൻകാലത്തുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെതിരെ ഇസ്ലാമിലൊരു നിയമം പുതുതായി ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന വിവരമില്ലാത്ത കക്ഷികൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് നീ തെറ്റിദ്ധരിച്ച് നിന്റെ ദീനുൽ ഇസ്ലാം നശിപ്പിച്ച് നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുതേ. ഇത് വിനയത്തോടെ സൂചിപ്പിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അതാ സ്വഭാവം കണ്ടില്ലേ? തെളിവിന്റെ പിന്നാലെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം ഒരു കാര്യം ഹറാമാണെന്ന് വിധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതാ രാജ്യത്തത് വിരോധിക്കണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് കിട്ടണം. വെറും ബുദ്ധി കൊണ്ട് മോശമാണെന്ന് കണ്ടതിന്റെ പേരിൽ നിരുത്സാഹപ്പെടുത്തുകയല്ലാതെ, മോശമാണെന്ന് കണ്ട ഒരു കാര്യം നിരുത്സാഹപ്പെടുത്തുകയല്ലാതെ ഹറാമെന്ന് വിധിക്കാൻ നിവൃത്തിയില്ല. അത് ജൂതമതത്തിലെയും അതുപോലെ നസാറാ മതത്തിലെയും പുരോഹിതന്മാർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഖുർആൻ അത് പറയുന്നുണ്ട്, ലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ്. ഓ അതേ അഹ്ലി കിതാബിൽപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങളെ നാവ് കൊണ്ട് അതാ ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്നിങ്ങനെ കള്ളം വിധിക്കരുത്. അല്ലാഹുവിന്റെ മേൽ കളവ് പറയരുത്. അല്ലാഹ് ഹറാമാക്കിയത് ഹറാമാക്കാത്തത് ഹറാമെന്ന് പറയരുത്. അല്ലാഹ് ഹറാമാക്കിയത് ഹലാലെന്ന് പറയരുത്. കാരണം പടച്ചവന്റെ നിയമത്തിൽ നിങ്ങൾക്ക് അധികാരമില്ല. ഇതുപോലെ ഞാൻ പറയട്ടെ, നമ്മളും കാര്യം ഗ്രഹിച്ച് വിഷയങ്ങൾ പറയുമ്പോ ഹറാമല്ലാത്തത് ഹറാമെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇക്കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് സ്ത്രീധനം. സ്ത്രീധനം വെറുക്കപ്പെട്ട വിഷയമാണ്. സ്ത്രീധനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, പെണ്ണിന് പണമുണ്ടോ, സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ഏർപ്പാട്. അതുപോലെ തന്നെ പെണ്ണിന്റെ പണം മോഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഏർപ്പാട്. പെണ്ണിനോട് ഇത്ര തരണം, പണമെന്നോ പൊന്നെന്നോ പറമ്പെന്നോ അല്ലെങ്കിൽ തെങ്ങെന്നോ വാഹനമെന്നോ വാച്ചെന്നോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, പെണ്ണിന്റെ പണം ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഏർപ്പാട് വെറുക്കപ്പെട്ടതാണ്. വളരെ താഴ്ന്ന ഏർപ്പാടാണ്, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ഹറാമെന്ന് വിധിക്കരുത്, ഹറാമെന്ന് വിധിക്കരുത്. നേരത്തെ മഹർ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അത് ഹറാമെന്ന് വിധിക്കാൻ പാടില്ലാത്തതുപോലെ ഇതും ഹറാമെന്ന് വിധിക്കരുത്. വെറുക്കപ്പെട്ടതാണ്, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, വളരെ മോശമാണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ നമ്മൾ ഇന്നലെ ഉദ്ധരിച്ചില്ലേ, തുങ്കഹുൽ മർഅതു ലിമാലിഹാ. ഒരു പെണ്ണിനെ അവൾക്ക് സമ്പത്തുള്ളതിന് വേണ്ടി വിവാഹം കഴിക്കപ്പെടൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അതാ വിവാഹം കഴിക്കുമ്പോൾ സാമ്പത്തിക ശേഷി നോക്കി പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഏർപ്പാട്
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. എന്നിട്ടോ അങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് അവിടുന്ന് വിരോധിക്കുന്നില്ല. അവിടുന്ന് അത് വിരോധിക്കാത്തത് കൊണ്ട് തന്നെ ഹറാമെന്ന് പറയാൻ വകുപ്പില്ല. തുങ്കഹുൽ മർഅതു ലിമാലിഹാ, അത് ബുഖാരിയിലെ ഹദീസാണ്. മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വരുന്നു. എങ്ങനെ വരുന്നത്? 2 പെൺകുട്ടികളെ കയ്യും പിടിച്ചാണ്. 2 പെൺകുട്ടികളെയും കയ്യും പിടിച്ച് വന്നിട്ട് പറയാണ്, നബിയെ ഹാതാനി ഇബ്നതാ സഅദ് ഇബ്നു റബീഅ ഖുതില അബൂഹുമാ മഅക യൗമ ഉഹദിൻ ശഹീദാ. നബിയെ, ഈ രണ്ട് പെൺകുട്ടികളെ ബാപ്പ എന്റെ ഭർത്താവ് സഅദ് ഇബ്നു റബീഅ തങ്ങളെ കൂടെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദായി കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ. വലം യദഅ ലഹുമാ മാലൻ, ആ ബാപ്പ മരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് പ്രത്യേകം സ്വത്ത് കൊടുത്തു വെച്ചിട്ടില്ല. കുട്ടികളുടെ പേരിൽ പ്രത്യേകം സ്വത്ത് ഈ ബാപ്പ കൊടുത്തു വെച്ചിട്ടില്ല. വലാ തുങ്കഹാനി ഇല്ല വലഹുമാ മാലുൻ, ആ 2 പെൺകുട്ടികൾക്കും സ്വത്തുണ്ടെങ്കിലേ വിവാഹം നടക്കുകയുള്ളൂ നബിയേ. വലാ തുങ്കഹാനി, ഈ 2 പെൺകുട്ടികളും അവരെ വിവാഹം നടക്കപ്പെടുകയില്ല. ഇല്ലാ വലഹുമാ മാലുൻ, അവർക്ക് ധനമുണ്ടെങ്കിലേ നടക്കൂ. സുബ്ഹാനല്ലാഹ്. ഇത് പറയാൻ എന്താ കാരണം? അതേ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് ഈ കുട്ടികൾക്ക് അവകാശമായി കൊടുക്കേണ്ട സഹോദരൻ കൊടുക്കുന്നില്ല. അപ്പൊ ഈ കുട്ടികൾക്ക് സ്വത്ത് കിട്ടാത്തത് കൊണ്ട് വിവാഹം നടക്കുന്നില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖദില്ലാഹു ഫീ ദാലിക, ആ സഅദ് ഇബ്നു റബീഅ മരിക്കുമ്പോഴുള്ള സ്വത്ത് ഈ പെൺകുട്ടികൾക്ക് അവകാശം ഉണ്ടെന്ന് പറയാൻ അപ്പോൾ നിയമം വന്നിട്ടില്ല. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അവകാശം കൊടുക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നില്ല. സ്വത്തിന് അവകാശം കൊടുക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നില്ല. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കും, തീരുമാനം പറയും, അതുവരെ കാത്തു നിൽക്കൂ. അപ്പോഴാണ് സുഹൃത്തുക്കളെ, ലിരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവകാശമുണ്ടെന്ന് പറയുന്ന ആയത്ത് അല്ലാഹ് അവതരിപ്പിക്കുന്നത് അപ്പോഴാണ്. ആകയാൽ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കണമെന്ന ആയത്ത് അല്ലാഹ് ഖുർആനിൽ ഇറക്കുന്നത് തന്നെ 2 പെൺകുട്ടികളെ വിവാഹം നടക്കണമെങ്കിൽ അവർക്ക് സ്വത്ത് വേണം എന്ന് സ്വന്തം ഉമ്മ വന്ന് പെൺകുട്ടികളെയും കൂട്ടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല പരിഹാരമായി സ്ത്രീകൾക്കും സ്വത്തവകാശം കൊടുക്കണമെന്ന ആയത്ത് ഖുർആനിൽ അവതരിപ്പിക്കുന്നത്. നേരെ മറിച്ച് സ്വത്തുണ്ടോ എന്ന് നോക്കിയിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ല അല്ലാഹു തആല ആയത്തിറക്കുന്നത്. സ്വത്തുണ്ടോ എന്ന് നോക്കിയിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ല നിയമം ഇറക്കുന്നത്. നിയമം കൊണ്ടുവരുന്നത് ആ പെൺകുട്ടിക്ക് സ്വത്ത് കൊടുക്കാനുള്ള അവകാശമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ സ്വത്തുണ്ടോ എന്ന് നോക്കി വിവാഹം കഴിക്കുന്ന ഏർപ്പാട് നിലവിലുണ്ട്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ അത് കണിശമായി വിരോധിച്ചിട്ടില്ല. ഖുർആനിലും അല്ലാഹു തആല ആ പെൺകുട്ടികൾക്ക് സ്വത്ത് കിട്ടാനുള്ള അവകാശം വാങ്ങിക്കൊടുക്കുകയല്ലാതെ സ്വത്തുണ്ടോ എന്ന് നോക്കാൻ പാടില്ലെന്ന് പറയുന്നൊരു നിയമം ഖുർആനിലും ആ അവസരത്തിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ല. അതിനാൽ സ്ത്രീക്ക് സ്വത്തുണ്ടോ എന്ന് നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, പണ്ഡിതന്മാര് പറഞ്ഞതിനെതിരാണ്. പക്ഷേ പണ്ഡിതന്മാര് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വെറുക്കപ്പെട്ടതാണ്
പെണ്ണിന് സ്വത്തുണ്ടോ എന്ന് നോക്കി കല്യാണം കഴിക്കുന്നത് വെറുക്കപ്പെട്ടതാണ്, കറാഹത്താണ്. മഹർ വർദ്ധിപ്പിക്കൽ വെറുക്കപ്പെട്ടതുപോലെ ഇതും വെറുക്കപ്പെട്ട സംഗതി തന്നെ. കണ്ടോ നിങ്ങൾ, ഇമാം ഗസാലി റളിയല്ലാഹു പറയുന്നു വെറുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഹറാമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും പെണ്ണിന്റെ സ്വത്ത് വാങ്ങണമെന്നോ അല്ലെങ്കിൽ ചോദിക്കണമെന്നോ സ്ത്രീധനം ചോദിക്കണമെന്നോ പറയണമെന്നോ ആരും തെറ്റിദ്ധരിക്കണ്ട. ഹറാമ് എന്ന് പറയണ്ട. സംഗതി വളരെ മോശമാണ്, സംഗതി വളരെ മോശമാണ്. മോശമായതൊക്കെ ഹറാമെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പള്ളിയിലെ ഖതീബ്, ആ പള്ളിയിലെ ഖതീബ് ഖുതുബ ഓതുമ്പോ എന്താ നിർബന്ധം? ഔറത്ത് മറക്കൽ നിർബന്ധ. ഔറത്ത് എത്രയാ? പുരുഷന്റെ ഔറത്ത് എത്രയാ? മുട്ടുമുക്കലിനിടയിലുള്ള സ്ഥലം മറക്കൽ നിർബന്ധ. അപ്പൊ ഒരു മുസ്ലിയാർ ഒരു ഖതീബ് എന്ത് ചെയ്തു? നല്ല 1 നമ്പർ പേന്റ് കൊടുത്ത് അല്ലെങ്കിൽ നല്ല തുണി കൊടുത്ത് മുട്ടുമുക്കലിന്റെ ഇടയിലെ സ്ഥലം നന്നായിട്ട് മറത്തി, കുപ്പായം ഇട്ടില്ല, തലേക്കെട്ടും കെട്ടിയില്ല, തലയും മറച്ചില്ല. എന്നിട്ട് അയാൾ അങ്ങോട്ട് മിമ്പർ മുക്കര് ഖുതുബാക്ക് തുടങ്ങി. ഹറാമെന്ന് പറയാൻ പറ്റുമോ? ഹറാമല്ല. നിങ്ങളൊക്കെ അങ്ങനത്തെ ഒരാളെ കാലിയായിട്ട് നിശ്ചയിക്കോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ കുപ്പായവും കഴിച്ചിട്ടിട്ട് മിമ്പർ മുക്കര് ഖുതുബ വന്ന ഒരു മൗലവിയെ, ഒരു മുസ്ലിയാരെ ആരെങ്കിലും ഖതീബായിട്ട് നിശ്ചയിക്കുവോ? ഇല്ലല്ലോ. ഹറാമാണോ? ഹറാമല്ല. ഹറാമല്ലാത്തൊക്കെ ചെയ്യാന്നാ? അങ്ങനെ ചിലർക്ക് ഉദാഹരണമുണ്ട്. ഹറാമല്ലാത്തൊക്കെ ചെയ്യാം, അങ്ങനെ ഉദാഹരണമുണ്ട്. ചെയ്യേണ്ട കാര്യമല്ല, വളരെ മോശമാണ്. ആ ആള് വളരെ മോശമാണ്. അയാൾ പണ്ടങ്ങാൻ പിരിച്ചുവിടേണ്ടതാണ്. അയാളെ പണ്ടങ്ങാനും പിരിച്ചുവിടേണ്ടതാണ്. ഉറപ്പല്ലേ അത്? ഇതുപോലെ ഒരു കാര്യമായ ഒരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതൻ റോട്ടുമ്പോ കൂടി തലമറക്കാതെ നടക്കും. അദ്ദേഹം സാക്ഷിക്ക് പറ്റൂല എന്നാ ഇസ്ലാമിന്റെ നിയമം. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കുമ്പോ ഇമാമത്ത് നിൽക്കുമ്പോ പോലും തലമറക്കാത്ത ചില മനുഷ്യന്മാരുണ്ട്. പിന്നെ അവർ ഇമാമത്തിന് പറ്റുമോ? സാക്ഷിക്ക് തന്നെ പറ്റൂല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. അപ്പൊ എന്താ കാരണം? പണ്ഡിതന്മാർ സാധാരണക്കാരെ പോലെയല്ല. സാധാരണക്കാരെ അങ്ങാടിയിൽ ചുമട്ടു തൊഴിലാളികൾ, അങ്ങാടിയിലെ ഡ്രൈവർമാർ, അങ്ങാടിയിൽ തൊഴിലെടുക്കുന്നവർ, അവർക്കൊക്കെ ഇപ്പൊ തലക്കെട്ടും കെട്ടി തൊപ്പിയോട് കാണാൻ പറ്റുമോ? അവർക്ക് അതിന് കഴിഞ്ഞോളണമെന്നില്ല. അവർ തലമറച്ചില്ലെങ്കിൽ അവർ സാക്ഷിക്ക് പറ്റുകയും ചെയ്യും. അവർ തലമറച്ചില്ലെങ്കിലും, അങ്ങാടിയിൽ വെച്ച് തലമറച്ചില്ലെങ്കിലും അവർ സാക്ഷിക്ക് പറ്റും. ആ വിഷയം അതുകൊണ്ട് അവർ സാക്ഷിക്ക് പറ്റാതിരിക്കില്ല. പക്ഷെ ഒരു മഹാനായ പണ്ഡിതൻ, ഒരാളുകൾ ആദരിക്കുന്ന ഒരു വ്യക്തി, അത്തരം ആളുകൾ തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്നാൽ കർമ്മശാസ്ത്ര നിയമപ്രകാരം നിക്കാഹിന്റെ സാക്ഷിക്കൂലും അയാൾ പറ്റൂല. പിന്നെ അയാളെ കൊണ്ട് നിക്കാഹ് ചെയ്യിക്കല് പിന്നല്ലേ, അയാൾ നിക്കാഹിന്റെ സാക്ഷിക്കുന്നു പറ്റൂല. കാരണം തലമറക്കാതെ റോട്ടിലൂടെ നടക്കുന്നവനാണ്, തലമറക്കാതെ മിമ്പർമ കയറുന്നവനാണ്, തലമറക്കാതെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവനാണ്. പറ്റൂല. അങ്ങനെയാണ് നിയമം. ഫത്വൽ മുഈനുള്ള നിയമമാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഹറാമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹറാമല്ലാത്ത ഒരുപാട് സംഗതികളുടെ മോശമായ കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം നിശ്ചയിക്കുന്നതും സ്ത്രീധനം ചോദിക്കുന്നതും അതുപോലെ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെടുന്നതും. അത് വളരെ മോശമായൊരു വിഷയമാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകം ശ്രദ്ധിക്കൂ നിങ്ങൾ. ഞാൻ എന്റെ വകയിൽ പറയുകയല്ല. കമാ തുക്റഹുൽ മുഗാലാതു ഫിൽ മഹ്രി വകമാ തുക്റഹുൽ മുഗാലാതു ഫിൽ മഹ്രി. മഹർ നിശ്ചയിക്കുന്നതിൽ അമിതമാക്കൽ വെറുക്കപ്പെട്ടതുപോലെ മഹർ കൂടുതൽ നിശ്ചയിക്കുന്നത് അത് വെറുക്കപ്പെട്ടതുപോലെ മിൻ ജിഹത്തിൽ മർഅതി, പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇത്ര മഹർ തരണം എന്ന് പെണ്ണെന്ത് ചെയ്യുക? 500 ദിർഹമിൽ കൂടുതൽ മഹർ ചോദിക്കുക, 4.5 പവനേക്കാൾ കൂടുതൽ മഹർ ചോദിക്കുക. പെണ്ണിന്റെ ഭാഗത്തുള്ള ആളുകൾ അങ്ങനെ ചോദിക്കുന്നത് വെറുക്കപ്പെട്ടതുപോലെ ഫയുക്റഹു സുആലു അൻ മാലിഹാ മിൻ ജിഹത്തി റജുലി. പുരുഷൻ പെണ്ണിനിക്ക് എത്ര സ്വത്തുണ്ട് എന്ന് ചോദിച്ചിട്ട് സ്വത്ത് ചോദിച്ച് വിവാഹം കഴിക്കുന്നതും വെറുക്കപ്പെട്ടതാണ്. വലാ യംബഗി, പറ്റിയ പണിയല്ല, അനുയോജ്യമായ പണിയല്ല. അൻയൻകിഹ തമഅൻ ഫിൽ മാൽ, അവൻ പെണ്ണിന്റെ ധനത്തിൽ കൊതിച്ചുകൊണ്ട് പെണ്ണിന്റെ ധനം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നത് അനുയോജ്യമായ പണിയല്ല. ചില മഹാന്മാർ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ മഹാന്മാരായ ആളുകൾ ചിലപ്പോ കടുപ്പത്തിൽ പറയും, അത് കർമ്മശാസ്ത്ര നിയമമല്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, അതേ കറാഹത്തുകൾ കബീറത്താണ് ആരിഫീങ്ങളുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ കറാഹത്തായ ഒരു കാര്യം വലിയ വലിയ മഹാന്മാര് അത് വന്തോഷം പോലെയാണ് കാണുക. എന്താ? വലിയ വലിയ മഹാന്മാർ അള്ളാഹുവായിട്ട് വളരെ അടുത്തവർക്ക് നിയമത്തിന് വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാ. ഒരു പണ്ഡിതൻ റോട്ടുമ്മലൂടെ അങ്ങാടിയിലൂടെ തലമറക്കാതെ നടക്കുന്നതും ഒരു സാധാരണക്കാരൻ നടക്കുന്നതും ഒരുപോലെ അല്ല. നമ്മൾ തന്നെ പറയൂലേ, ഞാനൊക്കെ ഒരു സാധാരണക്കാരനല്ലേ, അതുപോലെ മുസ്ലിം ചെയ്യാൻ പാടുണ്ടോന്ന് നമ്മൾ തന്നെ ചോദിക്കാറില്ലേ? അതെന്താ? അത് ശരി തന്നെയാണത്. അതെ,
ഓരോരുത്തരുടെ സ്ഥാനമനുസരിച്ച് നിങ്ങൾ കണ്ടില്ലേ, മറന്നുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഴം പറിച്ചു പോയത്. പക്ഷേ അതൊരു വലിയ തെറ്റുപോലെയല്ലേ ആദം നബി അലൈഹി സ്വലാം കരുതിയത്? തെറ്റല്ലെങ്കിലും മറന്നിട്ട് പറിച്ചത് കൊണ്ട് തെറ്റല്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആദമു, ആദം നബി അലൈഹി സ്വലാം മറന്നുകൊണ്ട് ചെയ്തതിനാൽ തെറ്റല്ല. അമ്പിയാക്കൾ തെറ്റ് ചെയ്യൂല. പക്ഷെ എന്നാലും ആദം നബി അലൈഹി സ്വലാം എത്രയാണ് അതിന് തൗബ ചെയ്തത്? കാരണം വലിയ മഹാന്മാർ അവർ തെറ്റല്ലാത്ത കാര്യം ചെയ്താലും ഇതുപോലെയാണ്. ആർക്കും മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. നമ്മളായി വളരെ ബന്ധമുള്ള ആരോ കല്യാണം പറഞ്ഞു. അയാളെ കല്യാണത്തിന് നമ്മൾ ചെന്നു. നമ്മൾ ചെന്നു ഒരു 3:30 മണിക്ക്, വൈകുന്നേരം 3:30 മണിക്ക് നമ്മൾ ചെന്നു. അപ്പൊ അയാളെ ചോദ്യം എന്താ? നീ വരുന്നൊരു സമയമായില്ലേ, നീ വരുന്നൊരു സമയമായി. നേരെ മറിച്ച് അയാളുമായിട്ട് അത്രയൊന്നും ബന്ധമില്ലാത്ത ഒരാള് അദ്ദേഹത്തോട് ഒരു കല്യാണം പറഞ്ഞു. അയാൾ എങ്ങനെല്ലാമോ തിരക്കിനിടയിൽ 3:30 മണിക്ക് അവിടെ എത്തി. ഇപ്പോഴെങ്കിലും വന്നല്ലോ, അൽഹംദുലില്ലാ, നിങ്ങൾ എത്തിയ വലിയ സന്തോഷം. അപ്പൊ നേരത്തെ മറ്റേയാള് 3:30 മണിക്ക് വന്നപ്പോ മോശം, ഇയാള് 3:30 മണിക്ക് വന്നപ്പോ വളരെ ഉഷാറ്. സംഗതി 2-3:30 തന്നെ വന്ന്. പക്ഷേ അയാളും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധവും മറ്റേയാളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഒരു മനുഷ്യൻ കൂടുതൽ അടുത്തു നിൽക്കുന്ന ആളോ അടുത്തു നിൽക്കേണ്ട ആളോ ആണെങ്കിൽ അത്തരം ആളുകൾ ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം പോലെയാണ്. അതാണ് സഹോദരന്മാരെ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോടൊന്നും ചോദിക്കാതെ നാട് വിട്ടുപോയി. നമ്മളൊക്കെ പടച്ചവനോട് വിളിച്ച് ചോദിച്ചിട്ടാ പോകല്, അള്ളാഹുവിന്റെ ഓർഡർ പ്രത്യേകം കിട്ടിയിട്ടാ പോകല്. പക്ഷേ യൂനുസ് നബി അലൈഹി സ്വലാം നാട് വിട്ടുപോയപ്പോ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് അതാ കപ്പലിൽ നിന്ന് പ്രശ്നമായി. കപ്പലിൽ അവസാനം കടലിലേക്ക് വലിച്ചെറിയുന്ന രംഗം വരെ ഉണ്ടായി. അപ്പോൾ കടലിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഖേദിച്ചു മടഞ്ഞുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതേ ദിക്ർ ചൊല്ലി. എവിടെ നിന്ന്? മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ദിക്ർ ചൊല്ലി. ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല അല്ലാഹ്. സുബ്ഹാനക, നിന്റെ പരിശുദ്ധത വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തവരിൽ പെട്ടുപോയി. എന്താ ചെയ്തത്? ഒന്നും ചെയ്യില്ല, നാട് വിട്ടുപോയതാ. അത് പോകുമ്പോ അള്ളാഹുവിനോട് സമ്മതം വാങ്ങാൻ നിന്നിരുന്നില്ല. അപ്പൊ യൂനുസ് നബിക്ക് പോകുമ്പോ പ്രത്യേകം സമ്മതം കിട്ടണം, നമുക്കാണേ വേണമെന്നില്ല. അപ്പൊ എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല. അതിരിക്കട്ടെ,